പോളിനോമിയൽസിലൊരു ചോദ്യമാണ്. Prove that none of the polynomials below can be factored into a product of first degree polynomial. ചുവടെയുള്ള ബഹുപദങ്ങളെ ഒന്നാംഗതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ കഴിയില്ല എന്ന് തെളിയിക്കുക. ഇവിടെ ഒരു 4 പോളിനോമിയൽ തന്നിട്ടുണ്ട്. നമ്മൾ മുമ്പുള്ള ചോദ്യങ്ങളിലൊക്കെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതിയിരുന്നു. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പോളിനോമിയലും 4 ഉണ്ട്. അത് 4ഉം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ കഴിയില്ല എന്ന് തെളിയിക്കാം. ഇത് നമ്മുടെ ഡിസ്ക്രിമിനന്റ് അഥവാ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിച്ചിട്ടാണ്. നമുക്ക് ഇതിനെ ഫസ്റ്റ് ഡിഗ്രി ആക്കണമെങ്കിൽ, ഫസ്റ്റ് ഡിഗ്രി ആക്കിയിട്ട് എഴുതണമെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് റൂട്ടിനുള്ളിൽ വരുന്ന ബി സ്ക്വയർ മൈനസ് 4ac നമ്മളൊരു 3 സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ 2 സൊല്യൂഷൻ ആണ്, ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഓരോ ഇക്വേഷന്റെയും ബി സ്ക്വയർ മൈനസ് 4ac കാണാൻ പോവാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ ഉള്ളതാണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ അത് 1 വരും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെ 1 ആണ്. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, അതും 1 ആണ്. ഇനി ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1, 1ന്റെ സ്ക്വയർ 1 ആണ്. 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 1 4, നെഗറ്റീവ് വരും. കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയാൽ നമ്മുടെ ആൻസർ എന്താവും? നെഗറ്റീവ് ആവും. സോ 1 മൈനസ് 4, 1 മൈനസ് 4 എത്രയാ? വലതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പൊ 4ൽ നിന്ന് 1 പോയാൽ 3 കിട്ടും. വലത് 4 ആണ്, 4 നെഗറ്റീവ് ആണ്. സോ -3 വിച്ച് ഇസ് ലെസ് ദാൻ 0. അത് 0-നേക്കാൾ കുറവാണ്. അഥവാ നമ്മളുടെ ക്വാഡ്രാറ്റിക് ഫോർമുലയുള്ള ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന റൂട്ടിനുള്ളിലാണ് വരുന്നത്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞത്. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ സൊല്യൂഷൻ ഇല്ല എന്നാണ് പറയാറ്. നമ്മളൊരു +1-ലൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു പുതിയ നമ്പർ നമ്മൾ പഠിക്കും. അപ്പോ ഇവിടെ നമ്മൾ അതിന് റിയൽ റൂട്ട് ഇല്ല എന്നാണ് പറയുന്നത്. അഥവാ നമ്പറുകൾ നമുക്ക് എന്തായിട്ട് കിട്ടില്ല? റൂട്ടായിട്ട് കിട്ടില്ല. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഐ വെച്ചിട്ട് എഴുതുന്ന നമ്പറാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ ലെസ് ദാൻ 0 ആണ്. സോ ഇതിനെ നമുക്ക് പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. ഇവിടെ അതേപോലെ തന്നെ ബി സ്ക്വയർ മൈനസ് 4ac കാണാം. എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെ 1 ആണ്. ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ മൈനസ് ഉണ്ട്. സോ -1. സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്. വാല്യൂ കൊടുത്തു ഞാൻ. ബി സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ മൈനസ് 4ac. എ എന്ന് പറഞ്ഞാൽ 1 ആണ്, സി എന്ന് പറഞ്ഞാൽ 1 ആണ്. നെഗറ്റീവിന്റെ സ്ക്വയർ അഥവാ -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1, അത് പോസിറ്റീവ് ആവും. 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. ദെൻ 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 1 4, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയാൽ ആൻസർ എന്താവും? നെഗറ്റീവ് ആകും. ഇവിടെയും 1 മൈനസ് 4, വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 4ൽ നിന്ന് 1 പോയാൽ 3, -3. അപ്പൊ ഇവിടെ എന്തില്ല? സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല? 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ കഴിയില്ല. Then prove that സെയിം ക്വസ്റ്റ്യൻ തന്നെ. അതിൽ മൂന്നാമത്തെ ചോദ്യം, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2. ബിയും എയും ഒക്കെ കാണാൻ പോവാണ്. എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെ 1 ആണ്. ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ 2 ആണ്. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് 2. സോ ബി സ്ക്വയർ, അപ്പോ 2ന്റെ സ്ക്വയർ -4 ഇൻറ്റു എ 1 ആണ്. സി 2 ആണ്. 2ന്റെ സ്ക്വയർ 2 ഇൻറ്റു 2 4, -4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 2 8. ഒരെണ്ണം നെഗറ്റീവ് ആണ്. അപ്പൊ ആൻസർ നെഗറ്റീവ് ആവും. 4 നിന്ന് 8 പോയാൽ വലുതിന്ന് ചെറുത് കുറക്കുക. 8 നിന്ന് 4 പോയാൽ 4 കിട്ടും. വലുതിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. സോ -4. അതും ലെസ് ദാൻ 0 ആണ്. അവിടെയും നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റില്ല. And finally the last one, fourth one, x square plus 4x plus 5. ഓക്കെ, അപ്പൊ അതിൽ എക്സ് സ്ക്വയർ എന്റെ കൂടെ ഉള്ളത്, എക്സ് സ്ക്വയറിന്റെ കൂടെ ഉള്ളത് എ, എക്സിന്റെ കൂടെ ഉള്ളത് ബി, ഒറ്റക്കുള്ളത് സി. അപ്പൊ ബി സ്ക്വയർ 4ന്റെ സ്ക്വയർ -4 ഇൻറ്റു എ 1 ആണ്. സി 5 ആണ്. 4ന്റെ സ്ക്വയർ 16 എന്ന് കിട്ടും. 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 5 20. 16 നിന്ന് 20 പോയാലും -4 കിട്ടും. വലതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലതിന്റെ ചിഹ്നം. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? നോ സൊല്യൂഷൻ.
ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കൊരു 4 പോളിനോമിയൽ തന്നിട്ട് അതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ കഴിയില്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഡിസ്ക്രിമിനന്റ് കാണുക, അഥവാ ബി സ്ക്വയർ മൈനസ് 4ac കാണുക. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ നമുക്ക് എന്തില്ല? സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാനും കഴിയില്ല. ഓക്കെ.